ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സീപ്പ് ലേണിംഗ്. ഞാൻ നിങ്ങളുടെ യാസീൻ സാറാണ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ എന്റെ പരിചയം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ സാറെന്ന് വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ ടെക്നിക്കുകളെ കുറിച്ച് പറഞ്ഞു തരാനാണ്. അതായത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് സാർ ഇവിടെ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു 9 ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എഡ്യൂക്കേഷന് വളരെ ഹെൽപ്ഫുൾ ആവുന്നത്. ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് റീകോൾ. അതിന് മുമ്പ് സാറ് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, നിങ്ങൾ എന്ത് രീതിയിലാണ് പഠിക്കേണ്ടതെന്ന് സാറ് പറഞ്ഞുതരാം. നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാണുന്നവരായിരിക്കാം, അല്ലായിരിക്കാം. ഓൺലൈൻ ട്യൂഷൻ ഉള്ളവരായിരിക്കാം, അല്ലായിരിക്കാം. ഓഫ്ലൈൻ ട്യൂഷൻ ഉള്ളവരായിരിക്കാം, അല്ലായിരിക്കാം. സ്കൂളിൽ പലരും പല രീതിക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് വേണം പഠിക്കാനുള്ളത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ NCERT സിലബസ് ആവട്ടെ, SCERT സിലബസ് ആവട്ടെ, ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുവോ അത്രത്തോളം ബെനിഫിറ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. സ്കൂളുകളിൽ പല രീതിക്ക് പഠിപ്പിക്കാം, ഓഫ്ലൈനിലും ഓൺലൈനിലും പല രീതിക്ക് പഠിപ്പിക്കാം. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് നിങ്ങൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ടെക്സ്റ്റ് ബുക്ക് വെച്ച് വേണം പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സിലോട്ട് പോവാം. ട്രിക്സും ടിപ്സും ഇവിടെ ഒന്നാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് റീകോൾ. ഇവിടെ സാർ കൊടുക്കുന്നുണ്ട് ആക്റ്റീവ് റീകോൾ. എന്താണ് ആക്റ്റീവ് റീകോൾ? ആക്റ്റീവ് റീകോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ഒരു ഭാഗം, ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രിയിൽ, ഫിസിക്സിലാണെങ്കിൽ ഫിസിക്സിൽ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഉടനടി ഒരു പ്രാവശ്യം കൂടെ വായിച്ചു നോക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വെക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉറച്ച് വായിക്കുക. കാരണം നിങ്ങൾ മനസ്സിൽ വായിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് നിങ്ങളുടെ ചെവിയിലൂടെ കേൾക്കുമ്പോൾ. അതായത് ഉറച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് എഫക്റ്റീവ് ആവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വാട്ട് ഈസ് ആൻ ആറ്റം? ആറ്റം ഇസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. അങ്ങനെ തുടങ്ങുന്ന ഒരു ഡെഫിനിഷൻ, അത് ആദ്യം നിങ്ങളൊന്ന് വായിക്കുക, ഉറച്ച് വായിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ വായിക്കുക. എന്നിട്ട് ബുക്ക് അങ്ങ് അടച്ചു വെക്കുക. സാറിന്റെ പേര് പറഞ്ഞു ആക്റ്റീവ് റീകോൾ. ബുക്ക് അടച്ചു വെച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വായിച്ചു നോക്കുക. ഇങ്ങനെയാണ് കാര്യം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാവും. അതേ കാര്യം തന്നെ രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുള്ള എന്താ വെച്ചാൽ സ്പേസ്ഡ് റെപ്പറ്റീഷൻ എന്ന് പറയും. സ്പേസ്ഡ് റെപ്പറ്റീഷൻ. ഒന്നാമത്തെ പറഞ്ഞു ആക്റ്റീവ് റീകോള്, രണ്ടാമത്തെ സ്പേസ്ഡ് റെപ്പറ്റീഷൻ. അതായത് നിങ്ങളിപ്പം തിങ്കളാഴ്ച കെമിസ്ട്രിയാണ് പഠിച്ചത്, ചൊവ്വാഴ്ച ഫിസിക്സ് ആണ് പഠിച്ചത്. എന്നാൽ ബുധനാഴ്ച പഠിക്കുമ്പോൾ പുതിയ സബ്ജക്റ്റ് പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ തിങ്കളാഴ്ച പഠിച്ചത് കൂടെ പഠിക്കണം. എന്താണ് ഞാൻ പറഞ്ഞു? സ്പേസ്ഡ് റെപ്പറ്റീഷൻ. ആക്റ്റീവ് റീകോൾ പറഞ്ഞു, സ്പേസ്ഡ് റെപ്പറ്റീഷൻ. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ തിങ്കളാഴ്ച കെമിസ്ട്രി പഠിച്ചു, ചൊവ്വാഴ്ച ഫിസിക്സ് പഠിച്ചു, ബുധനാഴ്ച മാത്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ ഏത് പഠിക്കണം? കെമിസ്ട്രി പഠിക്കണം. ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച അതിന് തൊട്ടും, അതായത് ഇടവിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ പഠിക്കണം. തിങ്കളാഴ്ചയാണ് കെമിസ്ട്രി പഠിച്ചെങ്കിൽ അടുത്ത ചൊവ്വ കഴിഞ്ഞ് ബുധൻ പഠിക്കണം. ചൊവ്വാഴ്ചയാണ് കെമിസ്ട്രി പഠിച്ചെങ്കിൽ ബുധൻ കഴിഞ്ഞ് വ്യാഴം പഠിക്കണം. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്രെയിനിലുള്ള കപ്പാസിറ്റി വളരും. കപ്പാസിറ്റി വളർന്നാൽ നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുക്കാനുള്ള ഒരു ഇത് വരും. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയാൻ ചങ്കിങ് എന്ന് പറയും. ചങ്കിങ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ നോർമലായിട്ട് ഒരു കാര്യം വായിക്കുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഇങ്ങനെ, ഇപ്പോൾ ഒരു ടെക്സ്റ്റിൽ തന്നെ ഒരു പോയിന്റ് കാണും, ആ പോയിന്റ് ഇത്ര അതായത് നല്ല ഒരു ലെങ്തി പോയിന്റ് ആയിരിക്കും. അത് നിങ്ങളിങ്ങനെ വായിച്ച് കാണാതെ വായിക്കും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ടെക്സ്റ്റിലുള്ള പോയിന്റിനെ ആദ്യം കുറച്ചൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. എങ്ങനെ? നമ്മൾ ഇപ്പോൾ ഒരു വലിയ പോയിന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ പോയിന്റിനെ ചെറുതാക്കുക. ആ ചെറുതാക്കിയ പോയിന്റ് നിങ്ങൾ മനസ്സിൽ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ ചങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പൊ 3 സാറ് പറഞ്ഞു. 1 ആക്റ്റീവ് റീകോള്, 2 സ്പേസ്ഡ് റെപ്പറ്റീഷൻ, 3 ചങ്കിങ് എന്താണ്? വലിയൊരു പോയിന്റിനെ ചെറുതാക്കിയിട്ട് അതിനെ പഠിക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ ബ്രെയിൻ കൂടുതൽ അതിനെ ഗ്രാസ്പ് ചെയ്യാൻ തുടങ്ങും. നാലാമത്തതാണ് ടീച്ച്. അതായത് നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുക. ഇപ്പൊ നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു, ഇപ്പൊ ബ്രെയിനിനെ കുറിച്ച് പഠിച്ചെങ്കിൽ നിങ്ങൾ അത് പോയി കൂട്ടുകാർ അറിയാത്തവരിങ്ങനെ നിങ്ങളടുത്തൊന്നും ചോദിക്കണം, അതെന്തോന്നടാ, ഇതെന്തോന്നാണ്, ഇത് എങ്ങനെയാണ് സംഭവം. അപ്പൊ പറയണം, ഞാൻ ഒന്ന് പഠിച്ചിട്ട് നമ്മളൊരു കാര്യം പഠിപ്പിക്കുമെങ്കിൽ നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഇത് പഠിക്കേണ്ടി വരും. അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാവും. അതിന്റെ എല്ലാ കോർണറും നമ്മൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കും. അങ്ങനെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ നല്ലൊരു രീതിക്ക് തന്നെ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ടോപ്പിക് ബയോളജിയിൽ ബ്രെയിനിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ അതേ ടോപ്പിക്കിനെ രണ്ടാമത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആവും. അതായത് നിങ്ങൾ അത്രയും പഠിച്ചു, പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. പിന്നെ സാർ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പഠിക്കുന്നത്
ഇപ്പോൾ നിങ്ങൾക്ക് ജൂൺ 1 ക്ലാസ് തുടങ്ങി, നിങ്ങൾ 1-ാം തീയതി പഠിച്ചില്ല, 2-ാം തീയതി പഠിച്ചില്ല, 3-ാം തീയതി പഠിച്ചില്ല, അങ്ങനെ ടോപ്പിക്ക് കയറി വന്ന് 20-ാം തീയതി 20-ാം തീയതി ആയിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് അതിന്റെ ദൂഷ്യവശങ്ങൾ വരാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾക്ക് ടോപ്പിക്ക് കൂടി വരും. ഇപ്പൊ നിങ്ങൾ 1-ാം തീയതി പഠിപ്പിച്ചത് ചെറിയൊരു കാര്യമാക്കട്ടെ, ഇപ്പോൾ ഒരു 9-ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ 1-ാം തീയതി ഒരു മാത്സ് എന്തായിരിക്കും പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഡിവിഷൻ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നവർക്കാണ് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം. ഡിവിഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ആദ്യമേ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എനിക്കറിയാം, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. നിങ്ങൾ ആദ്യം ചെയ്യുന്ന എന്താണോ അത് ചെയ്തൊന്ന് നോക്കുക. ചെയ്ത് നോക്കി പിന്നെ നമ്മളെ മൈൻഡ് അങ്ങ് ഫ്രീ ആയി. അപ്പം ആദ്യമേ പഠിച്ച് പോയാൽ അവസാനം എത്തുമ്പോൾ ഉറപ്പ് തരാം, നിങ്ങൾ നല്ലൊരു നിലയിൽ തന്നെ എത്തും, നല്ലൊരു റാങ്ക് തന്നെ വാങ്ങിക്കും. അപ്പൊ സാറ് 1-ാമത്തെ പറഞ്ഞു ആക്റ്റീവ് റീകോള്, 2-ാമത്തെ പറഞ്ഞു സ്പേസ്ഡ് റെപ്പറ്റീഷൻ, 3-ാമത്തെ ചങ്കിങ്, 4-ാമത്തെ ടീച്ചിങ്. ഇതിൽ 4-ാമത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. 9 എണ്ണം ഉണ്ട്. 9-ാമത്തത് ഗോൾഡൻ റൂളാണ്, അത് സാറ് പറയും. അടുത്ത നമ്മൾ 5-ാമത്തെ വരുന്നത് പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയും. നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാതിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരിക്കലും ബെഡിൻ്റെയോ കട്ടിലിൻ്റെയോ അടുത്ത് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഇങ്ങനെ ഉറങ്ങാൻ തോന്നും. ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്ന സ്ഥലം നിങ്ങൾ ക്ലീൻ ആയി സൂക്ഷിക്കുക. അവിടെ ഒരു മെസ്സി ഫീൽ കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി ഒരു മടുപ്പ് ഫീലൊക്കെ തോന്നാം. പഠിക്കുന്ന സ്ഥലം ബ്രൈറ്ററും ക്ലീനുമായി സൂക്ഷിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ അവിടെ മെയിൻ ഒരു സാധനം കൊണ്ടുവയ്ക്കണം, ഒരു നോട്ട്ബുക്ക്, അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ സാധനമല്ല, വാട്ടർ. നമ്മൾ ഈ വാട്ടർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ കാര്യമാണ്. നമ്മൾ ബയോളജിക്കലി പല കാര്യം വാട്ടർ ഇൻടേക്ക് ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളും സിമ്പിളായിട്ട് പറഞ്ഞാൽ പഠിക്കുന്നതിൻ്റെ കൂടെ ഈ വെള്ളം കുടിക്കുന്നത് വളരെ വളരെ നിങ്ങളെ ബുദ്ധിയെ റീവൈൻഡ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്ഫുൾ ചെയ്യുമെന്ന് പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ് വാട്ടർ. അതായത് നിങ്ങൾ വെള്ളം കുടിക്കുക. പഠിക്കുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എക്സാം ഹോളിലൊക്കെ ചില നല്ല പഠിപ്പികൾ നിങ്ങൾ വെള്ളം കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും അവർ ദാഹിച്ചുകൊണ്ട് പോയി, പക്ഷേ അതിൻ്റെ പുറകിൽ ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട്. വെള്ളം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാറ് പറഞ്ഞു വന്നത് പൊമഡോറോ ടെക്നിക്കിനെ കുറിച്ചാണ്. എന്താണ് പൊമഡോറോ ടെക്നിക്ക്? പൊമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ 25-5 25-5 25-5. എന്താണ് 25-25-5-5-5 എന്ന് സാറിന് പറയുന്നത് വെച്ചാൽ 25 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കുക. 5 മിനിറ്റ് നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം, 5 മിനിറ്റ് ഫ്രീ റെസ്റ്റ്. പക്ഷേ ഈ 5 മിനിറ്റ് നിങ്ങൾ മൊബൈൽ നോക്കാനോ അല്ലെങ്കിൽ റീല് കാണാനോ പാടില്ല. റീല് കണ്ടാൽ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് ആവും, 15 മിനിറ്റ് ആവും, 20 മിനിറ്റ് ആവും, അങ്ങനെ 1 മണിക്കൂർ വരെ നീണ്ടു പോവാം. സമയം വളരെ കുറവാണ്. ടൈം ഈസ് പ്രഷ്യസ്. അത് നിങ്ങൾ ഓർക്കണം, മറക്കാൻ പാടില്ല. പൊമഡോറോ ടെക്നിക്ക് എന്താണ്? 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, വീട്ടിൽ നിന്ന് ആടിപ്പാടി തുള്ളാം, പാട്ട് പാടാം. ജീനേ ലഗാവോ, സാറിന്റെ പാട്ട് അത്ര പോരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പാട്ട് പാടാം, ഡാൻസ് കളിക്കാം. അവിടെ നിങ്ങൾക്ക് വെളിയിലിറങ്ങി നിങ്ങളുടെ ചെടികളെ നോക്കാം, പൂച്ച ഉണ്ടെങ്കിൽ പൂച്ചയെ കളിപ്പിക്കാം, എന്ത് വേണോ ചെയ്യാം. ഡോണ്ട് യൂസ് യുവർ മൊബൈൽസ്, ഡോണ്ട് യൂസ് യുവർ ടാബ്സ്, ഡോണ്ട് യൂസ് യുവർ ഐപാഡ്സ്, ഡോണ്ട് യൂസ് യുവർ TV. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ടെക്നിക്കാണ് പറഞ്ഞു കഴിഞ്ഞത്? 5 ടെക്നിക്ക്. 1 ആക്റ്റീവ് റീകോള്, 2 സ്പേസ്ഡ് റെപ്പറ്റീഷൻ, 3 ചങ്കിങ്, 4 ടീച്ചിങ്, 5 പൊമഡോറോ ടെക്നിക്ക്. ഇതിൽ ഈ 9 നിങ്ങളൊരു 6 എണ്ണം കറക്റ്റായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-ാം റാങ്ക് എത്തും, ഞാൻ ഗ്യാരണ്ടി തരാം. പക്ഷെ ഇതൊക്കെ ചെയ്യണം. അടുത്ത 6-ാമത്തെ ടെക്നിക്കാണ്. 5 ടെക്നിക്ക് പറഞ്ഞു, 6-ാമത്തെ ടെക്നിക്കാണ്. ഒരു ടെക്നിക്ക് കൂടെ സാറിന്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു, വാട്ടർ. അതൊരു ടെക്നിക്കാണ് കേട്ടോ. 6-ാമത്തെ ടെക്നിക്കാണ്. അപ്പൊ 6-ാമത്തെ ടെക്നിക്കാണ് സ്ലീപ്പ്. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നു, രാവിലെ ഫുഡ് കഴിക്കുന്നു, വൈകിട്ട് ഫുഡ് കഴിക്കുന്നു, അതിന്റെ ഇടയ്ക്ക് കുറെ പഠിക്കുന്നു, കുറെ കളിക്കുന്നു, ചിരിക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ ബോഡി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാണ്. ബോഡിക്ക് റെസ്റ്റ് വേണം, മനസ്സിന് റെസ്റ്റ് വേണം, എല്ലാത്തിനും റെസ്റ്റ് വേണം. ഇതുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് കൂടുതൽ എനർജറ്റിക് ആവും. 8 മണിക്കൂർ, പലര് പറയും 6 മണിക്കൂർ ഉറങ്ങിയാൽ മതി, പലര് പറയും 10 മണിക്കൂർ ഉറങ്ങും. 8 മണിക്കൂർ മിനിമം നിങ്ങൾ ഉറങ്ങണം. ഇപ്പം നിങ്ങളൊരു 12 മണിക്ക് കിടക്കുന്നവരുണ്ടാവും, 11 മണിക്ക് കിടക്കുന്നുണ്ടാവും. ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ
വൈകിട്ട് 8 മണിക്ക് മുമ്പ്, അതായത് രാത്രി 8 മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുക, ഞം കഴിക്കുക. നിങ്ങൾക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഉറപ്പില്ല, കാരണം അത് ആരും ചെയ്യാത്തതാണ്. ഇങ്ങനെ കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഡൈജഷന് നിങ്ങൾക്ക് എളുപ്പമാകും. അപ്പം നിങ്ങൾ വിചാരിക്കും സാറ് ബയോളജി പഠിപ്പിക്കുകയാണോ? അല്ല, ബയോളജിക്ക് വേറെ ടീച്ചറുണ്ട്. അപ്പം അതൊക്കെ പറയാം. ഡൈജഷൻ എളുപ്പമായിട്ട് നിങ്ങൾക്ക് രാത്രി കറക്റ്റ് സമയത്ത് ഒരു ഉറക്കം കിട്ടി, രാവിലെ എണീക്കുമ്പോൾ വയറൊക്കെ ഫുള്ള് ഓക്കെ ആയിട്ട് നമ്മളെ ബ്രെയിനൊക്കെ ഫുൾ ഫ്രഷായി വരും. അപ്പോൾ സ്ലീപ്പ് ടെക്നിക്ക് നിങ്ങൾ മറക്കരുത്. സെക്കൻഡ് ലാസ്റ്റ് ടെക്നിക്കാണ് ഡിസ്ട്രാക്ഷൻ. പഠിക്കുന്ന സമയത്ത്, അതായത് പഠനം എന്ന് പറയുന്ന നമ്മുടെ ഒരു സക്സസിൻ്റെ ഒരു ചാവിയാണ്. ആ ചാവി കൊണ്ട് നമ്മൾ ഈ തുറന്നുകൊണ്ടിരിക്കുമ്പം നമ്മൾ വേറെ ഒന്നിലോട്ടും പോകരുത്, അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഫിസിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഫിസിക്സിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് മൊബൈലിൽ ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സാധനമുണ്ട്, വാട്സപ്പ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ക്ലിങ് 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 എന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തുറന്നു നോക്കി ഒരു ത്വര കാണും. ത്വര എനിക്കും ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ അനുഭവമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ ത്വര കാണുമ്പോൾ തുറന്ന് ഒരാൾ മെസ്സേജ് അയച്ചേക്കുമ്പോൾ ബാക്കി ഇനിയിപ്പോൾ സ്റ്റാറ്റസ് കാണാം, ഇനിയിപ്പോൾ കുറച്ച് റീല് കാണാം, ഇനിയിപ്പോൾ കുറച്ച് സ്റ്റോറി കാണാം, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളെ മൈൻഡ് അതിലൂടെ ഡിസ്ട്രാക്റ്റ് ആയി പോകും. അപ്പം അത് നിങ്ങൾ ഫസ്റ്റ് ഒഴിവാക്കണം. അപ്പം സാറ് പറഞ്ഞു കട്ടിലിൻ്റെ അടുത്തായിട്ട് സ്റ്റഡി ടേബിൾ ഇടരുത്. പഠിക്കുന്ന സ്ഥലം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളം നിർബന്ധമാണ്. പഠിക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, ചങ്കിങ് മെത്തേഡ് ഓർമ്മിക്കുക, സ്പേസിൻ്റെ റെപ്പറ്റീഷൻ ഓർമ്മിക്കുക, പിന്നെ നമ്മുടെ ആക്റ്റീവ് റീകോൾ ഓർമ്മിക്കുക, തുറന്നു വെച്ചിട്ട് അടയ്ക്കുന്നത് ഓർമ്മിക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് സാർ എന്താണ് പറഞ്ഞത്? ഡിസ്ട്രാക്ഷൻ. സാർ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ. You are a very brilliant student, but you are very distracted. What is the reason? The reason is Instagram, the reason is WhatsApp, the reason is Twitter. All of many social media app, you are distracting. Yeah. So you guys don't be പേടിക്കണ്ട. I am a chemistry sir, not an English sir. Okay? Soda English. Okay? Come on, let's go. അപ്പോൾ ലാസ്റ്റ് നമ്മളെ ഗോൾഡൻ റൂൾ ആണ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗോൾഡൻ റൂൾ. ഇത് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. വളരെ എളുപ്പമാണ്. പഠിക്കുന്നതിൽ ഇത് ചെയ്താൽ വെരി വെരി ഹെൽപ്ഫുൾ. ആണാവട്ടെ പെണ്ണാവട്ടെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. RRT, അതായത് RRRT 3 RT നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതാക്കി വെക്കാം. എന്തായിട്ട് വെക്കാം? കോഡാക്കി വെക്കാം. RRRT, അതായത് റീഡ്, റിവൈസ്, റീകോള്, ടീച്ച്. RRT 3 RT എന്ത് വേണമെങ്കിലും വിചാരിക്കാം. നിങ്ങൾ പഠിച്ച കാര്യം, അതായത് പഠിപ്പിച്ച കാര്യം നിങ്ങൾ വായിക്കുക, അത് റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക, അടച്ചു വെച്ചിട്ട് വീണ്ടും ഓർക്കുക, അത് മറ്റൊരാളെ പഠിപ്പിക്കുക. ഇതൊക്കെ ആദ്യം പറഞ്ഞൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞ ഒരു ഗോൾഡൻ റൂളാണ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം പഠിച്ചിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു, അത് നിങ്ങൾക്ക് ഫീൽ ചെയ്താലേ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം കാണും. അതായത് അവർക്ക് മനസ്സിലായി. അത് ഒന്നാമത്തെ കാര്യം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അത് രണ്ടാമത്തെ കാര്യം. നമ്മൾ പറഞ്ഞു കൊടുത്താൽ വേറെ ആളേലും കൂടെ പറയുമ്പം അവർക്കും വീണ്ടും സന്തോഷമാവും. ഒന്നാമത്തെ കാര്യം സോഷ്യൽ സർവീസ് ആയിട്ട് നമുക്കിത് എടുക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ടെക്നിക്സുകളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ബെനിഫിറ്റുകളുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സൊസൈറ്റിയിൽ ടോക്കറ്റീവ് ആവാം, സംസാരിച്ചു തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊന്ന് ഇപ്പോൾ നിങ്ങളുടെ സാറ് പറയും, ആദിത്യ യെസ് കം ഫോർവേഡ്, ടീച്ച് ദിസ്. അപ്പോൾ സാർ അയ്യോ അതോ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം നല്ല വൃത്തിക്ക് പഠിക്കണം. അത് പഠിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഗേൾ ആവട്ടെ ബോയ് ആവട്ടെ അവൻ്റെയിലോ അവളേലോ ഒന്ന് പറയണം. അതിനുശേഷം സാർ ഇങ്ങനെ നമുക്ക് ഈ 9ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ സെമിനാറുണ്ട് സോഷ്യൽ സയൻസിനായിട്ട്. എനിക്ക് മെയിനായിട്ട് സെമിനാർ വന്നത്. അപ്പോൾ സാറിന് എങ്ങനെ സാറിനെ പേടിച്ചു, ഐ കാണ്ട് സോറി സാർ എന്നും പറഞ്ഞ് നിങ്ങൾ ചില പെമ്പിള്ളേർ ഇങ്ങനെ പേടിച്ച് നിൽക്കാറുണ്ട്. അതൊന്നും നിങ്ങൾ ഡീപ്പ് ലേണിങ്ങിൽ പഠിക്കുന്നവരാവട്ടെ പഠിക്കാത്തവരാവട്ടെ ഇതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. 9 ടെക്നിക്കുകൾ, 9 ടിപ്സുകൾ, 9 ട്രിക്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കൊരു മികച്ച നിലയിലെത്താൻ പറ്റും, മികച്ച റാങ്കിലെത്താൻ പറ്റും. താങ്ക് യു. അപ്പോൾ ഒന്നാമത്തേത് ആക്റ്റീവ് റീകോള്, രണ്ടാമത്തേത് സ്പേസ്ഡ് റെപ്പറ്റീഷൻ, മൂന്നാമത്തെ ചങ്കിങ്, നാലാമത്തെ ടീച്ചിങ്, അഞ്ചാമത്തെ പൊമഡോറോ ടെക്നിക്ക്, ആറാമത്തെ ഡ്രിങ്ക് വാട്ടർ, ഏഴാമത്തെ സ്ലീപ്പ്, എട്ടാമത്തെ ഡിസ്ട്രാക്ഷൻ, ഒമ്പതാമത്തെ നമ്മളുടെ ഗോൾഡൻ റൂള് 3 RT അല്ലെങ്കിൽ RRT. റീഡ്, റിവൈസ്,
റീകോള്, ടീച്ചിങ്. റീഡ്, റിവൈസ്, റീകോള്, ടീച്ചിങ്. ഓക്കെ ആണല്ലോ ഗൈസ്? റീഡ്, റിവൈസ്, റീകോള്, ടീച്ചിങ്. അപ്പം നല്ലതുപോലെ പഠിക്കുക, നല്ലൊരു റാങ്ക് ഉണ്ടാക്കുക, നല്ലൊരു മാർക്ക് വാങ്ങുക. അപ്പം ഞാൻ നിങ്ങളെ മനസ്സ് തുറന്ന് നല്ലതുപോലെ പഠിക്കാൻ ആശംസിക്കുകയാണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇതാ ഇവിടെ താഴെ കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ കമന്റ് ചെയ്യുക. ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു തരാൻ റെഡിയാണ്. അപ്പൊ നമ്മളെ ബാച്ച് സീപ്പ് ലേണിംഗിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെറുതായിട്ട് സാറൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് 1499 രൂപയുടെ ബാച്ചാണ് വരുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ് വരുന്നത്. ഒരു ആഴ്ച 4 ക്ലാസ്സസ് ആണ് വരുന്നത്. അപ്പോൾ ഡിസംബറിനുള്ളിൽ ഈ സയൻസ് സബ്ജക്ട് നിങ്ങൾ ക്ലിയർ കട്ടാക്കി തരും. വേറെ ഒന്നും സാറ് പറയുന്നില്ല, ക്ലിയർ കട്ടാക്കി തരും. നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് കാണുക, 9 ടെക്നിക്ക് ഫോളോ ചെയ്യുക. അപ്പം സാറിനൊരു ഡൗട്ട്, അങ്ങനെ സാറ് ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ അപ്പം നമ്മളെ ബാച്ചിലുള്ള ഒരു മൊത്തം പിള്ളേർക്കും ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയാണ്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് സാർ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങൾ പഠിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാക്കുക. പിന്നെ നമ്മുടെ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ സൈഡിൽ ഐ ബട്ടൺ ഉണ്ട്, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക, സാധനം വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.